റസ്മിനും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. ശ്വേത വന്നുടനെ തന്നെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ എന്റർടൈൻമെന്റ് ടീമിലാണ് ജാസ്മിന്റെ ടീം. ജാസ്മിനെ പവർ ടീം റോബോട്ടാക്കി. റോബോട്ടിന്റെ ജോലി കൊടുക്കുമ്പോൾ തന്നെ അന്തം വിട്ടിരിക്കുന്ന ജാസ്മിനെ കാണാം. ഇന്നലെ ക്ലീനിങ് ടാസ്ക് കൊടുത്തപ്പോഴും കൃത്യമായിട്ട് ജോലി ചെയ്യാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ജാസ്മിനാണ്. സാബു വന്നപ്പോ തൊട്ട് അറ്റൻഷൻ സ്റ്റാൻഡർഡീസ് എന്ന രീതിയിൽ നിൽക്കുമായിരുന്നു ജാസ്മിൻ. ഇന്നിതാ റോബോട്ട് ടാസ്ക് കൊടുത്തപ്പോ ആകെ പണി വന്നത് ശ്വേത വന്നപ്പോഴാണ്. എല്ലാവരോടും വന്ന് ഇരിക്കാൻ ഓർഡർ ഇടുന്ന ജാസ്മിനെ കാണാം. ഹോട്ടലിന്റെ മുതലാളിമാരോടാണ് ഇങ്ങനെ ഓർഡർ ഇടുന്നത്. അപ്പൊ തിരിച്ച് റസ്മിൻ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ ആണോ ഓണർ അതോ ഞങ്ങളാണോ ഓണർ എന്ന്. അപ്പൊ തിരിച്ച് വീണ്ടും ശ്വേത എടുത്തു പോയി, ഞാൻ വിളിച്ചു പക്ഷെ അവര് വരുന്നില്ല എന്ന് പറയുന്നു. റോബോട്ട് അല്ലേ, അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിരുത്തു എന്ന് പറയുന്നു. വീണ്ടും ജാസ്മിൻ പോയി അവരെ വിളിക്കുന്നത് ഒരു റോബോട്ട് വിളിക്കുന്ന പോലെയല്ല, വളരെ അധികാരത്തോടു കൂടി ആക്രോശിച്ചാണ് ജാസ്മിൻ വിളിക്കുന്നത്. വീണ്ടും വന്ന് ജാസ്മിൻ ഷോ ഇറക്കുമ്പോൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്ന പവർ ടീമിനെ കാണാം. ജാസ്മിൻ ഉടനെ കയറി റസ്മിന്റെയും അൻസിബയുടെയും ഇടയ്ക്ക് കയറി ഗ്യാസ് ഓഫ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ തന്നെ ജാസ്മിന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് റസ്മിൻ പ്രതികരിക്കുന്നുണ്ട്. കുറെയായി പറയുന്നു ജാസ്മിൻ മാറി നിന്നോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അലറുന്ന റസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ നല്ല പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. ഇതുവരെ ഒരിക്കൽ പോലും പ്രേക്ഷകർക്ക് ഇവര് തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ ബിഗ് ബോസ് ഹോട്ടലിൽ പുതിയൊരു അതിഥി വന്നപ്പോ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള അടിയാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. ഏതായാലും രണ്ടുപേരും എല്ലാരും പിടിച്ചു മാറ്റുന്നുണ്ട്. ബഹളം കേട്ട് ഷോക്കോട് കൂടിയാണ് എല്ലാരും ഓടിയെത്തുന്നത്. കരഞ്ഞോട് നിൽക്കുന്ന ജാസ്മിനെയും കാണാം. ഏതായാലും ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ചലഞ്ചറായ ശ്വേത നല്ലൊരു ഗെയിമാണ് അവിടെ കളിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.